നിങ്ങളെവിടെ പറഞ്ഞ്? പാലക്കാട് ചെർപ്പശ്ശേരി, ചിറ്റൂര്. ചിറ്റൂര്. ഞങ്ങള് വട്ടാം. അപ്പൊ ലഞ്ച് ടൈമാണ്. ഹായ് ഗൈസ്, ഞങ്ങൾ ഒരു ടൂറ് പോവാണ്. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ യൂത്ത് വിങ് മെമ്പർമാരെല്ലാവരും കൂടെ ഒരു ടൂറ് പോവാണ്. എവിടെ സ്ഥലം എന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് അറിയിക്കാം. ഓക്കെ, ഒരു സൂപ്പർ ടൂറായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ വിവരങ്ങൾ. ചേംബർ ഹൗസിൽ നിന്നും പുറപ്പെടുന്ന ടൂറാണ്. ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഓഫീസാണ്. വണ്ടി എത്തിയിട്ടില്ല, വണ്ടി ഇപ്പോൾ വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ചേംബർ ഹൗസിൽ നിന്നും യാത്ര തിരിച്ചു. പുറത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ. പട്ടാമ്പിയിൽ നിന്ന് പോകുമ്പോൾ തന്നെ നല്ല മഴയാണ്. പിന്നെ അടിപൊളി പാട്ടൊക്കെ വെച്ച് നല്ല സിനിമയൊക്കെ ഞങ്ങൾ വെച്ച് അത് കണ്ടിങ്ങനെ പോവാണ്. മഴയത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അടിപൊളി പടമായിരുന്നു മീശ മാധവൻ സിനിമ, അതായത് ഞങ്ങൾ കണ്ടത്. അങ്ങനെ കുറേ വൈകിയാണെങ്കിലും ബോട്ടിലെത്തി അവിടെ എത്തിയ ഒരു സന്തോഷം പങ്കിടുന്ന നിമിഷമാണ് ഈ കാണുന്നത്. തള്ളൽ വീരന്മാരൊക്കെ പരമാവധി തള്ളുന്നുണ്ട്. അടിപൊളി ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മുടെ ബോട്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങനെ മുത്തുവിൻ്റെ കുറച്ച് തള്ളലുകളൊക്കെ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സമയം ചിലവഴിച്ചത്. ഇത് നമ്മളെ റൂമാട്ടോ. ഈ റൂമിലായിരുന്നു നമ്മുടെ അക്കോമഡേഷൻ. അങ്ങനെ ഒരുപാട് റൂമുകളുണ്ട് കണ്ടോ. ഇതിൽ ഇവിടെ 2 റൂം, 4 റൂമായി. പിന്നെ നമ്മൾ ടൂറിൻ്റെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് വൈകിപ്പോയി. 3 മണിക്ക് പട്ടാമ്പിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. പക്ഷെ നമ്മൾ എത്തിയത് 10:45, രാത്രി 10:30 ആയിക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ കഴിച്ച് റൂമിൽ കയറിയതാണ്. അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അടിപൊളി റൂമാട്ടോ. എല്ലാ അറ്റാച്ചുള്ള ബാത്റൂമൊക്കെ ഉള്ള ഒരു അറ്റാച്ച്ഡ് റൂമാണ്. ഞാൻ തന്നെ കണ്ടോ, AC ഒക്കെ ഉണ്ട്. അടിപൊളി സീലിങ്. ഇത് ബോട്ടിൻ്റെ ഉള്ളിലാണ്, ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലാണെന്നുള്ളത് പറഞ്ഞറിയിക്കണം. അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉള്ളതാണ്. പിന്നെ ഫാനുണ്ട്. പിന്നെ ഒരു മിററ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ ഒരു സ്റ്റൂള് കാണാനുണ്ട്. അടിപൊളി ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നാളെ ബോട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാണിക്കാം. അപ്പോൾ അങ്ങനെ ബോട്ടിലെത്തി. ഡിന്നർ കഴിക്കുന്ന തിരക്കിലാണ്. ബൊഫേ പരിപാടിയാണ്. ഇതൊക്കെ നമ്മൾ ചുള്ളത്. എന്തൊക്കെ ഉള്ളത്? പൊറോട്ട, ചപ്പാത്തി, കുറുമ, ചിക്കൻ കുറുമ, സാധാ ചോറ്. ഇതൊരു ഡൈനിങ് ഹാളാണ്. എന്തായാലും അടിപൊളി വൈബ് ഡൈനിങ് ഹാളിൽ തന്നെ പറയുകയാണെങ്കിൽ. ഓക്കെ, നമ്മൾ റൈസാണ് എടുത്തിരിക്കുന്നത്. റൈസ്, അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ട്, കുറുമ, പിന്നെ വെണ്ടക്ക തോരൻ, പിന്നെ പരിപ്പ് കറി ഉണ്ട്. ഇതെല്ലാം അടിപൊളി ഫുഡ് കേട്ടോ. ഞങ്ങളുടെ പ്രസിഡൻ്റാണ്. അങ്ങനെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. എണീറ്റ് നമ്മുടെ റൂമിൻ്റെ കർട്ടൻ ജസ്റ്റ് തുറന്നു നോക്കിയപ്പോൾ അടിപൊളി വൈബ്. രാവിലത്തെ നല്ല ഒരു എന്താ പറയുക, ഗുഡ് മോർണിംഗ് വൈബ് സൂപ്പറായിരുന്നു. കർട്ടൻ പൊക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു അനുഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഹൗസ് ബോട്ടുകൾ നിരന്ന് നിൽക്കുന്ന കായലോരം, കായൽ പ്രദേശം അടിപൊളിയായിരുന്നു. നല്ല വൈബായിരുന്നു. കണ്ട ഒരുപാട് ഹൗസ് ബോട്ടുകൾ വരിക്ക് നിർത്തിയിട്ട് ഉണ്ട്. അങ്ങനെ എല്ലാവരും കുളിച്ച് ഫ്രഷായി ബോട്ടിൻ്റെ മുൻവശത്ത് വന്ന് എല്ലാവരും സെൽഫി ഫോട്ടോസൊക്കെ എടുത്ത്
എല്ലാവരും സംസാരിക്കാനൊക്കെ തുടങ്ങി. ഫ്രണ്ട് ഒന്നെടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. കണ്ടോ, ഹൗസ് വെള്ളങ്ങളൊക്കെ, ഹൗസ് ബോട്ടൊക്കെ ഇങ്ങനെ പോണ് കാണാം. അതുമാതിരി ഇതാണ് പിന്നെ ഇതിൻ്റെ ഉൾവശം. അടിപൊളി നല്ല മനോഹരമായിട്ടുള്ളൊരു ഇതാണ്. രാത്രി നല്ല വൈബാണ്. കണ്ടോ, ഹൗസ് ബോട്ടിലൊക്കെ പോകുന്നുണ്ട്, നല്ല രസമാണ്. പിന്നെ ഇവിടെ ഒരു ആൾ പോലെ ഇങ്ങനെ ഒരുപാട് ആൾക്ക് ഇരിക്കാം. കപ്പിത്താൻ്റെ സ്റ്റെയറിങ് കാര്യങ്ങളൊക്കെ ഇതാണ്. ഇവിടെ ഒരുപാട് ആൾക്ക് ഇരിക്കാം. നല്ല ഇതേ പോയി കഴിഞ്ഞാൽ പിന്നെ വഴി 8 റൂമോളം ഇതിനകത്തുണ്ട്. സെറ്റപ്പ് ബോട്ടാട്ടോ. 8 റൂമുണ്ട്. 8 റൂമിലും ഞങ്ങൾ 20 ആളെ അക്കോമഡേറ്റ് ചെയ്ത് ഫുഡ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അടിപൊളി നല്ല വൈബുള്ളൊരു ബോട്ട് തന്നെയാണ്. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ഇതുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ കൊണ്ടുവന്ന് നിൽക്കുകയാണ്. ഇതാണ്ടോ, ഇഡ്ഡലിയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ബട്ടറുണ്ട്, ബ്രെഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ബ്രെഡ് കഴിച്ചു കഴിഞ്ഞിട്ടോ. പിന്നെ ചായ ഇല്ല, വെള്ളം. ഈ നിൽക്കുന്ന വേറെ ബോട്ടാണ്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് പുറപ്പെടുകയാണ്. ബോട്ടിൻ്റെ കയറൊക്കെ അഴിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാട്ടോ. പിന്നെ കയറൊക്കെ സെറ്റ് അഴിച്ച് നമ്മളെ ബോട്ട് യാത്രക്ക് പുറപ്പെടുകയാണ്. ഒരു ചെറിയൊരു വീടുണ്ട് കേട്ടോ, നല്ല രസമാണ്. കേട്ടോ, ആ വീട് നല്ല രസമുണ്ട് കേട്ടോ. വീട്ടിൽ ഇവർക്ക് എപ്പോഴും ചൂണ്ടലിട്ട് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള മീൻ കിട്ടും. രസമായിരിക്കും കേട്ടോ. ഗിയർ മാറ്റുന്നുണ്ട്. ഗിയറൊക്കെ പൊറിച്ചിട്ട് തോന്നുന്നു, അയാതി സൗണ്ടാണ്.
ഓക്കെ, അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. മനോഹരമായ ഞങ്ങളുടെ ടൂറിൻ്റെ തുടക്കം ഹൗസ് ബോട്ടിൽ. ഈ ബോട്ടിൻ്റെ പേരെന്താണ്? വെമ്പനാട് ക്യൂൻ എന്ന ബോട്ടാണ് നമ്മളെ യാത്രക്ക് എടുക്കുന്നത്. ഇതിൽ 8 ബെഡ്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഷെഫിനാണ്. ഇതുവരെ ക്യാമറയിലൊന്നും കിട്ടിയിട്ടില്ല, അവനെ എന്നാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. ചുക്കാൻ പിടിക്കണതാ മറ്റേ മുത്തുമാണ്, മുത്ത് പട്ടാമ്പി ചാമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ ഐക്യാമ്പിൻ്റെ മണി മുത്താണ്. അപ്പോൾ മുത്ത് കാണാൻ നിൽക്കുക, വൈറ്റ് ഇട്ടിട്ട്. അപ്പോൾ ബോട്ട് തിരിക്കാണ്. വെമ്പനാട് ക്യൂവിൻ്റെ കപ്പിത്താൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വിനോദ് മണിക്കരാണ്, ഐക്യാമ്പിൻ്റെ ചെയർമാനാണ്. പിന്നെ ഇതാ പുറപ്പെടാൻ കേട്ടോ. ഞങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞു. കണ്ടോ, കുറേ ബോട്ടുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നിർത്തിയിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ഒരു ഹൗസ് ബോട്ട് ഞങ്ങൾ വിലക്കൂടെ വാങ്ങാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ ഞങ്ങളിതെങ്ങനെ പോകണം. ആ പാലത്തിന്റെ പേരെന്താ? പള്ളാതുരുത്തി പാലാണ് കാണുന്നത്. കണ്ടോ ഗൈസ്, പള്ളാതുരുത്തി പാലം, ആലപ്പുഴ പള്ളാതുരുത്തി പാലം. കുട്ടനാട് പോകും, വെമ്പനാട് കായൽ പോകും. ഇതൊന്ന് വിവരിക്ക് കാര്യങ്ങളെ മുത്തോ, കാര്യങ്ങളൊന്ന് വിവരിക്ക്. ഇപ്പൊ നമ്മളുള്ളത് ആലപ്പുഴ വേമ്പനാട്ട് കായലിലാണ്. ഇവിടുന്ന് ഞങ്ങളിപ്പോ ബോട്ട് എടുത്തു, ഹൗസ് ബോട്ട് എടുത്ത് നേരെ ഞങ്ങൾ കുട്ടനാട്ടിലേക്കാണ് പോണത്. കുട്ടനാട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പുന്നപ്ര കായലുണ്ട്. ആ കായലില് ഒരു വള്ളംകളി മത്സരം നടന്നുകൊണ്ടിരിക്കണം ഇവിടെ. അപ്പൊ ആ വള്ളംകളി മത്സരം കാണാനപ്പോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടനാട് അങ്ങനെ ചുറ്റി നേരെ മൂവാറ്റുപുഴ വഴി ആറന്മുളത്തൂടെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തും. വൈകുന്നേരം 5 മണിയാകുമ്പോ ഉച്ചക്കലത്തെ ഫുഡ് കരിമീൻ ഫ്രൈ, നല്ല അടിപൊളി സാമ്പാർ, അവിയല്, തോരൻ, പായസം, പപ്പടം, അച്ചാറ്, മീൻകറി, മീൻ പൊരിച്ചത്, മീൻ കറിയുണ്ട്, മോരിലിട്ടുണ്ട്. പിന്നെ അതേമാതിരി പിന്നെ ഏറ്റവും ഫേമസ് ആണ് തോരൻ. ആലപ്പുഴ ഫിഷ് കരിമീൻ. അത് സാധാരണ എല്ലാവർക്കും ഓരോന്നാണ്. ഞങ്ങൾ പറഞ്ഞ ഗീരണ്ട മറന്നു പറഞ്ഞത്. അതേമാതിരി കപ്പിത്താണ്ട് പറഞ്ഞാൽ ഇടക്കിടക്ക് ഗീർ മാറ്റുമ്പോൾ ശരിയല്ല. അതിൽ ഓയിൽ വെച്ചില്ല സംശയമുണ്ട്. ഓയിലൊന്നും വെച്ചില്ല, ഇടക്കിടക്ക് ഗീർ മാറ്റുമ്പോൾ സൗണ്ടൊക്കെ വരുന്നുണ്ട്. കംപ്ലൈന്റ് ഉണ്ടോ സംശയമുണ്ട്. കരിവാടൻ ഓട്ടോമൊബൈൽസ് ഉണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ റിപ്പയറും മാറ്റി തരും. ഓയിൽ ഫ്രീ ആണ്. ഒക്കെ ഫ്രീ ആണ്. നമ്മളെ അതിമനോഹരമായ കായലിക്കൂടെ നമ്മള് നിരവധി ഹൗസ് ബോട്ടുകൾ കറക്റ്റ് 11 മണിക്ക് എടുക്കുള്ളൂ. അത് നമ്മൾ സർക്കാർ, പിണറായി സർക്കാരിന്റെ ഓർഡറാണ്. 11 മണിക്ക് ബോട്ട് എടുക്കാൻ. ഫിഷറീസ് മന്ത്രി ഗണേഷ് കുമാറാണ്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറാണ്. അപ്പൊ 11 മണിക്ക് എടുക്കാൻ പാടുന്ന നിയമം, കർശന നിയമമാണ്. ആ നിയമത്തിലൂടെ നമ്മള് പോണത്. എന്തോ അള്ളാന്റെ കുതിർത്ത് ശരിക്കും റെഡ് അലർട്ട് ഉണ്ട് ആലപ്പുഴയിലൊക്കെ. നമ്മള് വന്നോണ്ടാണ് ആലപ്പുഴക്കാർക്ക് സുഖമായി. തുള്ളി മഴല്ല. പല ശക്തികളും ഞങ്ങള് ഞങ്ങളെ നാട് പട്ടാമ്പിലും അല്ല പറഞ്ഞേക്ക്, പല ശക്തികളും ഞങ്ങളെ ഈ യാത്ര മുടക്കാൻ, ഈ ടൂറിൽ ഞങ്ങളെ പല ശക്തികളും പിന്തിരിപ്പിക്കാൻ നോക്കി. ആലപ്പുഴക്ക് പോകണ്ട, അവിടെ കലക്ടറെ പ്രഖ്യാപിക്കും. പക്ഷെ ഞങ്ങളെ ബോട്ടിന്റെ കപ്പിത്താൻ പറഞ്ഞു യാതൊരു പേടിയും പഠിക്കാൻ, നിങ്ങൾ വന്നോളൂ, നിങ്ങളെ ഞങ്ങളിത് ഹൗസ് ബോട്ടിൽ കയറ്റിട്ട് യാത്ര ആയിക്കോളൂ പറഞ്ഞു. ഇന്നലെ വന്നു. നിങ്ങൾ ഇന്നലെ തന്നെ നമുക്ക് റൗണ്ട് അവർ അടിച്ചു തന്നു. ഇങ്ങനെ പട്ടാമ്പി സ്റ്റാൻഡിൽ ബസ് പാർക്ക് ചെയ്ത മാതിരി കണ്ടോ, സ്റ്റാർട്ട് ചെയ്ത് പാർക്ക് ചെയ്ത് നിരവധി ഹൗസ് ബോട്ട്, അതിഗംഭീര ഹൗസ് ബോട്ടുകൾ. ഫാമിലി ആയിട്ട് അങ്ങനെ ചാടാ, കൂട്ടുകാരായിട്ട് അങ്ങനെ, അതല്ലെങ്കിൽ കപ്പിൾസ് ഉണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കണ്ടോ. കണ്ടോ ചെറിയ ചെറിയ വീടുകളൊക്കെ കണ്ടോ. പ്രശ്നം കുറച്ച് വെള്ളം കൂടുതലാണ് കായലില്. പിന്നെ അതിമനോഹരമായ തീരദേശ വീടുകള്, എന്ത് രസമാണ്. നമ്മളെ സഹോദരന്മാരാണ് അവിടെ താമസിക്കുന്നത്. എല്ലാ സഹോദരന്മാരാണ്. പക്ഷെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളെ സർക്കാർ ഭരിക്കുക കാരണം എന്തിനും സൗകര്യം ഉണ്ടാവും. നമ്മുടെ യൂത്തിന്റെ ട്രഷറാണ്. പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വന്നാലൊക്കെ എല്ലാവരും സഹായമുണ്ട്. പക്ഷെ ബോട്ടിന്റെ ജൂലൈ മാസത്തെ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മള് ജൂലൈ മാസത്തെ പെൻഷൻ ഓരോരുത്തർ അക്കൗണ്ടിൽ $1600 കഴിഞ്ഞു.
അതോ അത് എന്ന് കയറിയത് വെള്ളിയാഴ്ച വൈകുന്നേരം ശനി ഞായർ അടിച്ചു പൊളിക്കാം. ഞങ്ങളെ പ്രഖ്യാപനം അടുത്ത ഇലക്ഷൻ 2000 രൂപ പലിശാക്കാൻ പോകും. 2000 അല്ല 2500 ഞങ്ങൾ ജയിക്കും. യാതൊരു സംശയം പറഞ്ഞ യാതൊരു അലമ്പില്ലാത്ത കാലാണ്. ഒരു അലമ്പും നിരവധി അതിമനോഹരമായ വീടുകൾ ഏട്ടന്മാരെ ഏട്ടത്തിലൊക്കെ നിങ്ങളെ കാണാൻ. അതെ, ഇനി അതിൽ അലമ്പ് ഉണ്ടായതിനെ അല്ല, ഇനി അലമ്പ് വല്ല ഉണ്ടായതിനെ കൈകാര്യം നമ്മൾ ആലപ്പുഴ ഗവൺമെന്റ് ആലപ്പുഴ ഞാൻ പറഞ്ഞ വി എസിന്റെ മണ്ണിൽ കൂടെ നമ്മൾ നീങ്ങിക്കൊണ്ട് വി എസ് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നാട്ടിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ടൂറ് കഴിഞ്ഞ ഞങ്ങളെ മൂപ്പര അവിടെ വലിയ ചുടുകാട് പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുള്ളൂ. മൂപ്പര സൗകര്യയിലൊന്ന് കാണും. നമ്മളെ വാപ്പകാരണന്മാരെ കിടക്കണ്ട അവിടെ AKG എല്ലാവരും ഗൗരിയമ്മ നിരവധി സഖാക്കള് വലിയ ചൂടുകാരനുണ്ട് അവിടെ. സഖാക്കളെ സന്ദർശിക്കണം. അവർക്കൊക്കെ ഒരു ആരാർപ്പണം നടത്തിയിട്ട് നമ്മൾ പോകുള്ളൂ. സാധാരണ നമ്മള് പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ അവിടെ പോകും. സമയം ഉണ്ടാക്കിയപ്പോ നമ്മള് പോകും. ഇത്രയും ആലപ്പുഴ വരെ വന്നിട്ട് നമ്മളെ വി എസിന് അടക്കിയ മണ്ണ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തീരാ നഷ്ടം. അത് മാത്രല്ല, കേരളത്തിലെ ഉന്നതരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അടക്കം കേരളം ആക്കി മാറ്റിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരിരുന്ന ആൾക്കാരുണ്ട്. പ്രഗത്ഭരായ മുഖ്യമന്ത്രി ആയിരുന്ന ആള് പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് വേണ്ടി മണ്ണിനും പെണ്ണിനും വേണ്ടി പോരാടിയ ധീരനായ കരുത്തനായ ഉദയസൂര്യൻ വി എസിന്റെ നാട്ടുകൂടനും മണ്ണിനും പൊന്നിനും വി എസിന് അക്കാലത്ത് മണ്ണിൽ കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് വിട്ടു പിരിഞ്ഞിട്ട് 3-4 ദിവസം ആയിട്ടുള്ളൂ. ഒരാഴ്ച. അപ്പൊ ആ മനുഷ്യന് നമ്മൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു. നല്ലൊരു ബോട്ട് ആദരാഞ്ജലി യൂത്ത് വിങ്ങിന്റെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. വലിയൊരു നമുക്ക് ഇന്നത്തെ ഈ കാലിയാത്ര നമുക്ക് ഏറ്റവും ഇതാണ് നമ്മുടെ ഷെഫിന്റെ പേര് പറയും. അനീഷാണ്. നമുക്ക് എല്ലാം പലഹാരങ്ങളും ഭക്ഷണവും എല്ലാം ഏർപ്പാടാക്കി. ആ ബോട്ട് അല്ല ആ ബോട്ട് കാണുമ്പോ അല്ല വൃത്തോ ആ ബോട്ട് കാണുമ്പോഴേ അരിശോക്കെ മുതലാളി അതാ ഓർമ്മ വരുന്നത്. നീ യാത്രകൾ തുടരും. ഇതെന്താ വെച്ചാ നമുക്ക് കിട്ടിയ അനുഗ്രഹം എന്താ വെച്ചാൽ പറഞ്ഞോണ്ട് നല്ല വെയില, നല്ല കാലാവസ്ഥ, നല്ല അന്തരീക്ഷം, നല്ല അന്തരീക്ഷം. ഒരു തുള്ളി മഴ പട്ടാമ്പിക്കാരൻ വന്നപ്പോ ഇതില്ല അവിടെ നല്ല കാലാവസ്ഥയാണ്. പട്ടാമ്പിക്കാർ ഈ മണ്ണി കാല് കുത്തിയപ്പോ ഒരു തുള്ളി മഴല്ല. അപ്പൊ അതുകൊണ്ട് ആലപ്പുഴക്കാർക്കും അനുഗ്രഹം. കലത്തടക്കം പറഞ്ഞിട്ട് ഒന്നുമില്ല അവിടെ നിന്ന്. യൂത്ത് വിങ്ങിന്റെ കരുത്തനായ പ്രസിഡന്റ് VT അക്ബർ, അതേപോലെ ഞങ്ങളെ കരുത്തനായ സെക്രട്ടറി ട്രഷറർ ജംഷി, അതേമാതിരി നമ്മളെ ഈ ടൂറിനെ ഏറ്റവും കളറാക്കാനുള്ള നമ്മളെ ഇക്ബാൽ പടക്കം, അതേമാതിരി നമ്മളെ സക്കീർ, അതേമാതിരി നമ്മളെ അൻസാറ്, ഡ്രൈവർ നമ്മൾ നേരത്തെ പറഞ്ഞു പോയി. ഈ ടൂർ അത്രയും കളറാക്കാനുള്ള നമ്മളെ സഹകരിക്കുന്നവരൊക്കെ. അതേപോലെ ഇപ്പൊ നമ്മള് ഏകദേശം നമ്മള് കുട്ടനാടൊക്കെ എത്താറായി. കുട്ടനാട് എത്താറായി. ഇപ്പൊ കുട്ടനാട് എത്താറായി. കുട്ടനാട് നമ്മൾ തിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അതേമാതിരി അതിമനോഹരമായ കായലിന്റെ തീരണ കാണണമൊക്കെ ഏട്ടൻ നമ്മൾ നോക്കിയിരിക്കുകയാണ്. നമ്മൾ യാത്ര പോകുമ്പോ നമ്മളെ കരുത്തനായ യൂത്തിന്റെ പ്രസിഡന്റ് VT അക്ബർ 2 വാക്ക് പറയുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഞങ്ങൾ ഇന്നലെ വൈകിട്ട് പട്ടാമ്പിയിൽ തിരിച്ചതാണ്. ഇപ്പോൾ ആലപ്പുഴയിലാണ്. ഇവിടെ നല്ല ക്ലൈമറ്റാണ്. പട്ടാമ്പിയിൽ നല്ല മഴയെന്ന് അറിഞ്ഞു, പക്ഷേ ഇവിടെ നല്ല ക്ലൈമറ്റാണ്. ഞങ്ങൾ 25 പേരടങ്ങുന്ന ഒരു സംഘം പട്ടാമ്പിയിൽ യൂത്തിന്റെ കരുത്തന്മാരാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. വളരെ നല്ല രീതിയിലുള്ളൊരു ടൂറാണ്. നല്ല അനുഭവമായിരുന്നു, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു, വളരെ ഉഷാറായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിൽ പോയിട്ടിരിക്കുകയാണ്. ഇന്നൊരു 5 മണി വരെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുള്ളൂ. എന്തായാലും ഞങ്ങളെ ടൂറ് വളരെ ഗംഭീരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തായി നമ്മുടെ ട്രഷറർ സംസു മലബാർ സ്റ്റീൽ 2 വാക്ക്. ഞങ്ങൾ യൂത്ത് വിങ്ങിന്റെ 25 പേരടങ്ങുന്ന ഒരു ടൂർ പ്രോഗ്രാമും പഠന ക്യാമ്പും ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ആലപ്പുഴ വന്നിട്ടുള്ളത്. ആലപ്പുഴയിൽ നല്ലൊരു അന്തരീക്ഷമാണ്. ഞങ്ങൾ വരുമ്പോൾ വളരെയധികം പ്രയാസത്തിലാണ് വന്നിട്ടുള്ളത്. കാറ്റ്, മഴയുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ സേഫ്റ്റി ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും യൂത്ത് വിങ്ങിയുടെ ഓരോ തീരുമാനങ്ങളും ഒരുപാട് എടുക്കാൻ കഴിഞ്ഞു. ഞങ്ങളുടെ യാത്ര വളരെയധികം സന്തോഷകരമായി മുന്നോട്ട് നയിക്കുകയാണ്. ഞങ്ങളിന്ന് 5 മണി വരെ സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലും ഞങ്ങളുടെ ഒരു യാത്ര
പഠന ക്യാമ്പ് കൂടിയാണ് ഞങ്ങളുടെ ഒരു ടൂർ മാത്രമല്ല, പഠന ക്യാമ്പ് കൂടിയാണ് ആലപ്പുഴ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഞങ്ങളുടെ കാലാവസ്ഥ വളരെയധികം അനുകൂലമാണ്. നമ്മുടെ യാത്ര ഭംഗിയായി ഈ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഷെഡ്യൂളാണ് ഒരു 15 മിനിറ്റ് ഞങ്ങളെ യൂത്തിന്റെ മീറ്റിംഗ് നടത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ സഹോദരന്റെ ബോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. റോയൽ വാസ്, ബോട്ടിന്റെ പേര് റോയൽ വാസ്, റോയൽ വേവ്സ് അല്ലെ? ഞാൻ തിരിച്ചു പറഞ്ഞോളൂ, റോയൽ വാസ്. റോയൽ വേവ്സ് എന്ന് പറയുന്നത് നിരവധി റൂമുകൾ, 8-10 റൂമുകൾ മേലുണ്ട്. നമ്മുടെ പാലക്കാട് ജില്ലക്കാരാണ് ഫാമിലി വന്നിരുന്നത് ടൂറായിട്ട്. അവിടെ നിരവധി ഫാമിലി ഉണ്ടാകാത്തൊക്കെ ഒക്കെ നമ്മുടെ സഹോദരന്മാരാണ്. എല്ലാവരും ഡാറ്റ കൊടുക്കുന്നുണ്ട്. എല്ലാവരും നമ്മൾ ഡാറ്റ എന്നിട്ട് പോണ അങ്ങോട്ട് പേപ്പർ പിടിച്ചോളി. ഒന്ന് കൈയാട്ടിന്നേ, ഒരു വീഡിയോ പോണേ, ലൈവാ പോണത് വാട്സപ്പില്. അപ്പൊ ഒക്കെ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരാണത്. ഒരു ഫേസ്ബുക്കിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുക, കൈയാട്ടിങ്ങള്. ട്രിപ്പ് ഇത്രയും കളറാക്കാൻ നമ്മളോട് അത്രയും സഹകരിച്ച് നമ്മളെ യൂത്തിന്റെ മെയിൻ കരുത്തനായ സെക്രട്ടറി ജംഷി 2 വാക്ക് സംസാരിക്കുന്നതാണ്. വളരെ സന്തോഷം. നമ്മളെ പട്ടാമ്പിയിലെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ വ്യാപാരികളുടെ ഒരു കൂട്ടായ്മ. നമ്മൾ പട്ടാമ്പിയിൽ എന്ത് വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിലൊക്കെ നമ്മൾ ഇടപെടാറുണ്ട്. അതുപോലെ ആ ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഈ യാത്രകളിലൂടെ നമ്മൾ തമ്മിൽ നമ്മളൊരു 10-27 ആളുകൾ നമ്മളെപ്പോഴും കാണാൻ നമ്മളുടെ ചർച്ചകളും, അതുപോലെ അത് വലിയൊരു വഴിത്തിരിവ് പട്ടാമ്പിക്ക് വേണ്ടി, പട്ടാമ്പിയുടെ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് വലിയൊരു വഴിത്തിരിവ് വേണ്ടിയിട്ട് യാത്രകൾ എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഈ കൂട്ടായ്മ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യാത്രയിൽ സഹകരിച്ച എല്ലാവരോടും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു പൂർണ്ണ ആത്മാർത്ഥത്തോടു കൂടി ചെയ്യുന്നുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും വരാറില്ല. നമ്മൾ എന്ത് പ്രയാസഘട്ടങ്ങളിലും നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സർവ്വശക്തനെ എന്നും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പട്ടാമ്പിക്ക് വേണ്ടി കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഈ യാത്ര ഇത്രയും അതിമനോഹരമായ നല്ല അന്തരീക്ഷം, അന്തരീക്ഷം പറഞ്ഞാൽ ഒരു തുള്ളി പോയി മഴ പോലും വന്നിട്ടില്ല. ഈ യാത്രയിൽ അത്രയും നമ്മള് ഇങ്ങോട്ടോട് വീഡിയോ കൈ കാണിച്ചില്ലേ? ഈ തറവാട് പൈസയിൽ ഈ ടൂറിനെ പറ്റി ഒരു കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിക്ക് എന്ത് വിഷയം വന്നാലും ഇപ്പം നമ്മളുടെ കൂട്ടത്തിൽ പലതരത്തിൽ ജീവിത ചുറ്റുപാടുകളുള്ള ആളുകളും പലതരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളുടെ കൂട്ടായ്മയ്ക്ക് ഒരു ഭംഗം വരുത്തില്ല. കാരണം നമ്മൾ അത്രയും കട്ടക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫൈസൽ എന്നല്ല, ഇനിയിപ്പോൾ മുത്തല്ല, ഇപ്പോൾ ഷിയാബായാലും ശരി, എന്ത് പ്രയാസഘട്ടത്തിൽ ഇപ്പോൾ ഷിയാബിന് തന്നെ അറിയാം, അദ്ദേഹത്തിന് നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് പറയാം. അപ്പൊ തരണം ചെയ്ത് എത്തുന്നത് ഷിയാബിന്റെ ഒറ്റക്കുള്ള ഒരു കഴിവുകൊണ്ടല്ല, നമ്മളെ കൂട്ടായ്മ. നമ്മൾ അവന് വേണ്ടിയിട്ട് എന്തും സഹകരിക്കുക. അങ്ങനത്തെ ആളുകളെ ഒന്നും നമ്മൾ ഒഴിവാക്കി മാറ്റി നിർത്തില്ല, കൂടെ പിടിച്ച് നമ്മൾ ഈ പ്രയാസഘട്ടങ്ങളിലും എല്ലാം കൂടെ പിടിച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും. അതിനിപ്പോ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നമുക്കത് തരണം ചെയ്യാനുള്ള ശക്തി തരുന്നത് നമ്മളുടെ ഈ കൂട്ടായ്മയാണ്. അതെന്നും നിലനിൽക്കട്ടെ. നമ്മളെ ഈ ടൂറിൽ നമ്മളെ കൂടെ ജോയിന്റ് ആയിട്ടുള്ള നമ്മുടെ കരുത്തനായ ബാബുവാണ്. സംഘടന നമ്മുടെ യൂത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗമാണ്. ബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ഗായകനും കൂടിയാണ് ബാബു. ഈ ടൂറിനെ കളറാക്കാനുള്ള ബാബുവിന്റെ അതിമനോഹരമായ നിരവധി ഗാനങ്ങൾ ബാബു പാടുന്നതാണ്. ബാബു ഒരു നമ്മളെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി കാണാം. 2 വരി ബൈക്കൊന്നും വേണ്ട, 2 വരി, 2 വരി. അതേമാതിരി നമ്മളെ ഏറ്റവും യൂത്തിന്റെ ഈ ടൂറിന് കോർഡിനേറ്റ് ഏറ്റവും പ്രയാസപ്പെട്ട 3 വ്യക്തികൾ, അതിൽ ഒന്നാണ് നമ്മുടെ നിസാർ പട്ടുള്ളി. നമ്മുടെ കപ്പിത്താൻ എന്താ പേര്? ശരിക്കുള്ള പേര് ഞങ്ങളെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ യൂത്ത് വിംഗ് സംഘടനയെ കുറിച്ച് ഇന്നലെ തുടർത്തി ഉറപ്പിക്കലാണ്. ഞങ്ങളെ കൂട്ടായ്മ ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങൾ നിരവധി കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ടീമാണ് പട്ടാമ്പില്. ഇതേപോലെ കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല ഒരു സംഘടന തുടർച്ചയായി 25 വർഷം ഒരു ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ണിന്റെ ക്യാമ്പ്, ഐ ക്യാമ്പ്, 25 വർഷമായി എല്ലാ മാസവും ഇതേപോലെ. അപ്പൊ അങ്ങനെ ഒരു കാരുണ്യ ടീം നമ്മളായി. ഇത് സക്കീർ ഹോട്ടൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിലേക്ക് പോണവർ, പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ പോണവരൊക്കെ അവിടെ കയറി വരെ ബിരിയാണി തിന്നുക സൗജന്യമായിട്ട് കൊടുക്കണതാണ്. ഈ വീഡിയോ ഈ യൂട്യൂബ് ഇതിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണവർക്ക് ഫ്രീ സൗജന്യ ബിരിയാണി സക്കീറിന്റെ വക.
പിന്നെ അങ്ങനെ പോയിട്ട് അവിടെ ഇപ്പോൾ സൗജന്യം ആരെങ്കിലും ഉണ്ടോ? ആ മലബാർ സ്റ്റീല് ഷംസു കമ്പി സിമെന്റ് മെറ്റല് അവിടെ സൗജന്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണവർക്ക് ആ ഇളവ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ആ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഷംസുവിൻ്റെ വക. അതേമാതിരി തന്നെ വീട്ടി സ്റ്റീല് അവിടെ ചെന്നിട്ട് എൻ്റെ പേര് പറഞ്ഞായി കരുവാടൻ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രീ സൗജന്യമായിട്ട് കൊടുക്കണതാണ്. അതേമാതിരി തന്നെ അപ്പുറത്ത് പെട്രോൾ ഡീസല് അത് വേണമെങ്കിൽ ഷെഫിനെ ഓർഡർ ചെയ്യാം. ആ തൊപ്പി വെച്ചോനെ കറുപ്പ്. അതേമാതിരിക്ക് അപ്പുറത്ത് ജംഷി താബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇനി കബഡി നിരത്തിയാലോ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ പണിക്കര് അതും ഡിസ്കൗണ്ട്. വിനോദ് പണിക്കര് അതേമാതിരി ആയിരിക്കണോ അവിടെ ഭയങ്കര രാഷ്ട്രീയമാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് അറിഞ്ഞു. അല്ല മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെടുക ഏത് പേപ്പർ വർക്കും കരുവാടൻ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സൗജന്യം. അതേമാതിരി രാത്രി 12 മണിക്ക് അതേമാതിരി രാത്രി 12 മണിക്ക് ബോട്ടൊക്കെ എന്റെയാണ് പറഞ്ഞു. ആരും ഇക്കബാൽ പടക്കം അവിടെ പോയാൽ പടക്കം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഫാൻസി അതാ മണവാട്ടി ഫാൻസി പട്ടാമ്പി ബോട്ടിക്കു എന്താ വേറെന്താ അല്ല സിമാക്സ് അവിടെ പോയിട്ട് അവിടെ പോയ കമ്മല് വള മാല ഇതൊക്കെ സൗജന്യാണ്. മണവാട്ടി സൗകര്യത്തിൽ മണവാള സൗകര്യത്തിൽ കണ്ടാല് ഡിസ്കൗണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയും. ഷെയർ ചെയ്യാ അതുണ്ട്. അന്റെ പൊസിഷൻ എന്താണ്? അത് പറഞ്ഞു. അന്റെ പൊസിഷൻ എന്താണ്? മെയിൻ്റെനൻസ് വർക്ക് ആ പോണൊരു ബോട്ട്. അതേമാതിരി തന്നെ ഏത് വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ശ്രീകുമാർ ഇന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വണ്ടികൾ ഇൻഷുറൻസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ചായ പൈസ തരലുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് വരുന്നു പട്ടാമ്പിയിലെ ഏറ്റവും വലിയ ഫ്രൂട്ട്സ് സപ്ലൈ ചെയ്യുന്ന ആളാണ്. അതായത് ഷാബ് SMS ഫ്രൂട്ട്സ് ഷാബ്. അപ്പൊ ഏത് തരം ആപ്പിള് അതേമാതിരി തന്നെ മുന്തിരി ഓറഞ്ച് ഏത് ഐറ്റം ആണേലും ഉണ്ട്. പടക്കം എല്ലാത്തരം പടക്കങ്ങൾക്കും സൗജന്യമായി സമീപിക്കുക. സൗജന്യം. പിന്നെ വീട് വിട്ടാൽ മറ്റൊരു വീട് തറവാട് ഫൈസൽ. ഏത് തരം വീട്ടിലെ ഫുഡുകളും പട്ടാമ്പിയിൽ വിതരണം ചെയ്യുന്ന ആളെ. സെക്യൂർ ഹോട്ടൽ ബസ് സ്റ്റാൻഡ്. വായക്കൊരു കാരണവശാലും ഒഴിവ് കൊടുക്കരുത് എന്നുള്ള ഒരു ലക്ഷ്യമാണ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ യൂത്ത് വിങ്. അതുകൊണ്ട് തന്നെ ഓരോ സാധനങ്ങൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ മാങ്ങ നീലന. ഈ മാങ്ങ ഏത് ഐറ്റം എന്നുള്ളത് പട്ടാമ്പിയിലെ ഫ്രൂട്ട്സ് വ്യാപാരിയായിട്ടുള്ള ഷാവ് പറയുന്നതാണ്. നീല ഒറിജിനൽ നീല എന്ന് പറഞ്ഞാൽ മാങ്ങയിലെ ഏറ്റവും ടോപ്പ് നീല ആന്ധ്ര നീലാണ്. ടേസ്റ്റുള്ള മാങ്ങ. ഇത് പെരിയോളം നീലാണ്. അത് കൊടുമുണ്ട യാറ വരെ വന്നിട്ട് പിന്നെ അവിടുന്ന് ഒരു പോക്കില്ല. അതേമാതിരി സ്പീഡ് ബോട്ട് പ്രഷർ എന്താ മാങ്ങനെ കുറിച്ച് പറയാനുള്ളത്? മാങ്ങ പറഞ്ഞാൽ നല്ല ആലപ്പുഴയിലെ നീലൻ മാങ്ങ ഇത്ര ടേസ്റ്റിൽ കഴിച്ചിട്ടില്ല. നമ്മളവിടെ വില കുറവില് നല്ല ടേസ്റ്റിൽ മാങ്ങ. ഒരു പീസ് എടുക്കാം ചൂണ്ടക്ക്. ചിക്കൻ ചില്ലി, ചിക്കൻ പൊരിച്ചത്, കുട്ടനാട്ടിലുള്ള യാത്ര, രണ്ട് വൈബാണ്. അങ്ങനെ സ്പീഡ് ബോട്ടിൽ കയറുകയാണ്. മുത്തോ സ്പീഡ് ബോട്ടിൽ കയറാൻ താല്പര്യമുള്ളവർ സ്പീഡ് ബോട്ടിൽ കയറുക. അങ്ങനെ ഞാൻ എന്റെ നിയന്ത്രണത്തിലാണ് ഈ ബോട്ട് മുന്നോട്ട് പോകുന്നത്. വെമ്പനാട് കായലിലൂടെ പോവുകയാണ്.
എൻ്റെ 42,000 പോയി. ഇങ്ങനെ കൗത്തി ഇങ്ങനെ ഇടാൻ പറ്റുമോ? ചെവിക്ക് എന്താ ഒരു വർക്കലുള്ള പോലെ. അതിപ്പോ സെന്ററിൽ നിർത്തിയ സാധനമാണ്. അതാ പറഞ്ഞത് നിങ്ങളെ കൂടി പറഞ്ഞത് എന്നെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഇനിയില്ലേ ഇവര് കനൊക്കെ പറഞ്ഞുകൊണ്ടേ കനമുള്ളവരാണ് മടിക്കോടെ അങ്ങോട്ട്. അങ്ങനെ ലഞ്ചിന്റെ ടൈമായി. ഇതാണ് ഹൗസ് ബോട്ട്. ഫുഡ് കഴിക്കാം. എല്ലാവരും ഫുഡ് കഴിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ബൊഫെ എന്ന രീതിയിലാണ് ഇവിടെ ഫുഡ് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. ചോറുണ്ട്, സാമ്പാറുണ്ട്, നല്ല ചിക്കൻ കറി, അതുപോലെ തന്നെ കരിമീൻ ഫ്രൈ ചെയ്തതുണ്ട്, ഒരു ഫ്രിഡ്ജുണ്ട്, അവിയലുണ്ടായിരുന്നു. സെറ്റപ്പാണ്. നല്ല വിഭവസമൃദ്ധമായ ഫുഡ് തന്നെയായിരുന്നു. പപ്പടം. നമ്മളെ ടൂറിൻ്റെ കോർഡിനേറ്ററാണ് ചോറ് വിളമ്പുന്നത്. അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു. അവിടെ എന്നിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സെക്കൻഡ് ഫ്ലോറാണ് ബോട്ടിൻ്റെ. കുട്ടനാട് ഏരിയയിൽ പോയവർക്ക് അറിയാം, നല്ല വൈബ് ആസ്വദിക്കാൻ പറ്റിയ ആളുകൾക്ക് പോയാൽ ക്യാഷ് മുതലാവും എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കെട്ടുവള്ളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയാം. ഒരുപാട് നല്ല നല്ല മനോഹരമായ ഹൗസ് ബോട്ടുകൾ ഉണ്ട് ആ ഭാഗത്ത്. ഇതിപ്പോൾ നമ്മൾ യാത്ര ചെയ്യണ ബോട്ടിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലോങ്ങിലുള്ള ബോട്ടുകളും അതുപോലെ തന്നെ ആ തുരുത്തുകളൊക്കെ കാണാൻ പറ്റും. നല്ല ഒരു കാലാവസ്ഥ തന്നെ ആയിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു എന്നറിയോ. നല്ല കാറ്റത്ത് ഇങ്ങനെ ഇരിക്കാൻ കാണാം. താഴത്തെ ഫ്ലോറിൽ നമ്മളെ വണ്ടിയുടെ ഡ്രൈവറാണ് ആ കൈയേറ്റ് കാണിക്കുന്നത്. ആൾ ഫുൾ ആക്റ്റീവായിരുന്നു. അവർക്ക് വിനോദ് പണിക്കർ കൈയേറ്റ് കാണിച്ചത്. അതുപോലെ തന്നെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഒരു ചെറിയ തുരുത്ത് പോലെ വാഴ അതുപോലെ തെങ്ങ് അങ്ങനെയുള്ളതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല രസമുണ്ട്. എന്തായാലും വിജനമായ ഒരു കായൽ തന്നെ കേട്ടോ. നമുക്ക് അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്ത് രസമാണെന്നറിയോ. നിസാർ വട്ടുള്ളി നമ്മളെ PR ആണ് ആ ട്രെൻഡിലെ മ്യൂസിക് ഇട്ടിട്ട് ആ കാണിക്കുന്നത്. പക്ഷേ അത് മ്യൂസിക് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം അത് കാണിക്കാൻ പറ്റാത്തൊരു ആ മ്യൂസിക് ഇടാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. മാത്രമല്ല ഞങ്ങളെ മുൻനിരയിൽ നിന്ന് നയിക്കാൻ ശ്രീമാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 2 വാക്ക് സംസാരിക്കാൻ ശ്രീമാൻ ശ്രമിച്ചു. ഓരോ യാത്ര നമുക്ക് ഓരോ അനുഭവമാണ്. പലതരത്തിലുള്ള യാത്ര നമ്മൾ സംഘടിപ്പിച്ചു. 3ാമത്തെ യാത്രയാണ് എൻ്റെ അനുഭവത്തിൽ. അപ്പോൾ ഓരോ യാത്രയിലും നമുക്ക് ഓരോ അനുഭവങ്ങൾ കിട്ടി. ഇനിയും ഇതിലും വേറെ വേറെ യാത്രകൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ അല്ലേ ഈ ഡാൻസും പാട്ടില്ലെങ്കിൽ ഇതിൻ്റെ കച്ചവടം നടക്കില്ല. 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ വളരെ ചെറുപ്പം മുതൽ നിസാറിനെ ഞാൻ അറിയുന്നത്, ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾ ഒരേ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ക്രിക്കറ്റ് കളിച്ചു വളർന്ന ഒരാളാണ് നിസാർ. എനിക്ക് വളരെ ആത്മബന്ധം ഉള്ള ഒരാളാണ് നിസാർ. അതുമല്ല, പട്ടാമ്പി ചേംബർ ഓഫ് കോമേഴ്സിന് മെയിൻ വിങ്ങിലാണെങ്കിലും യൂത്ത് വിങ്ങിലാണെങ്കിലും നിസാർ
ചേംബറിന് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ പോലും നിസാർ അവിടെ എത്തുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് നമ്മുടെ ചേംബർ വർഷങ്ങളോളായിട്ട് നമുക്ക് നികുതി അടക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഏറ്റവും എഫക്റ്റ് എടുത്തത് നിസാറാണ്. അത് ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. ഒരു 10-35 സ്വാമിയുള്ള കാലത്ത് അടച്ച നികുതി നിസാറുണ്ടായി അതിൻ്റെ ഒരൊറ്റ ഇടപെടൽ കൊണ്ടാണ് നമുക്കത് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും ഇതുപോലെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ നിസാർ തീർച്ചയായിട്ടും പട്ടാമ്പി ചേംബറിൻ്റെ ഒരു കൈത്താങ്ങായിട്ടുണ്ടാവും എന്നുകൂടി ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിസാറിന് ഞാൻ കൊണ്ടാടാൻ മുന്നോട്ടിരിക്കണം. എന്തായാലും അടുത്താളെ നമ്മൾ ആദരിക്കാൻ വിളിക്കാം. എന്തായാലും തീർച്ചയായും ഇതിന് അർഹനാണ് നിസാർ വട്ടോളി. എന്തായാലും അടുത്തൊരു ഞങ്ങൾ ഇതുപോലത്തെ ടൂറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ ഗംഭീരമായിട്ട് ഇതിൻ്റെ സംഘാടകർ നമ്മുടെ PST കൂടാതെ ഇതിൻ്റെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി നമ്മൾ ഓരോരുത്തരും പ്രതിസന്ധികളിൽ നിന്നൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദിയിലേക്ക് വന്നത് ആ വന്ന കാലഘട്ടം ഷൗക്കത്തൊക്കെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ മാതൃകയാക്കേണ്ട സാമൂഹികവും സഹായവും സേവനങ്ങളുമായിട്ട് ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു സംഘടനയിലെ മുഴുവൻ അംഗങ്ങളെയും എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഒരു ചങ്ങലയിലെ കണ്ണികളെ പോലെ ഇണവിടാതെ കോട്ടിയുയർത്തി നമ്മൾ ഇന്നലെ മുതൽ ഇത് ടൂറിൻ്റെ ട്രിപ്പിൽ ഒരുപാട് ഡിലേ വന്നിരുന്നു. കാലത്ത് മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർക്കൊക്കെ എനിക്കൊരു 20 ടൈമെങ്കിലും കോൾ ചെയ്തിട്ടുണ്ടാവും, ഒരു 1-2 മണിക്കൂറിനുള്ളിൽ. അക്ബർക്ക് അതുപോലെ ജംഷിക്ക എല്ലാവരും കോൾ ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് ഡിലേ വന്നാലും ശരിക്കും മനം നമ്മളെ തത്തിരുന്നു. സംസ്ഥാന നമ്മുടെ ട്രഷറി വളരെ നന്നായിട്ട് എല്ലാവരും പരിചയപ്പെടുത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ ടൂറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ PSTO അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ എൻ്റെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നമ്മൾ PSTയുടെ ഒരു താല്പര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൂറിലെങ്കിലും എല്ലാവരും ഇൻക്ലൂഡ് ആവണമെന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പലതും കുറച്ച് ആളുകളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അയാൾ മാത്രം അല്ലെങ്കിൽ ആ ടീം മാത്രം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ യൂത്തിൻ്റെ ചില പ്രോഗ്രാമൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മാറ്റം വരുത്തിയതാണ് ഈ ടൂർ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ എല്ലാവരും അഭിപ്രായം ഒരു 20 അല്ലെങ്കിൽ ഒരു 80% ആളുകളും ഓക്കെ ആണെങ്കിൽ മാത്രം ഇതിന് ഇറങ്ങി തിരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അതിലെല്ലാവരും അഭിപ്രായം പറയുന്നു. അത് നമ്മൾ അക്ബർ ഇന്നലെ നമ്മൾ പ്രസിഡന്റിന്റെ തമാശക്കാണെങ്കിൽ പറഞ്ഞു, ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇത്ര പണി കൊടുത്തിട്ടില്ല. അതേപോലെ നമ്മളെ നല്ല ചർച്ചകൾ വരികയും നല്ല കട്ടൻ റേറ്റുള്ള തീരുമാനങ്ങൾ ഓരോരുത്തരും നമ്മൾ ഷിയാബാണെങ്കിലും മുത്തുവാണെങ്കിലും എല്ലാ ഭാഗത്തുനിന്നും പ്രഷർ വരികയും അതായത് ഓരോരുത്തരുടെ തീരുമാനം പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ ടൂർ ഇത്ര അധികം ഭംഗിയാക്കിയത് അതുകൊണ്ടാണ്. അല്ലാതെ കുറച്ച് ആളുകൾ മാത്രം നടത്തിയതല്ല, നമ്മൾ ഓരോരുത്തരും ഇതിന് അർഹതപ്പെട്ടവർ തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ ടൂർ വിജയിപ്പിച്ച പോലെ തന്നെ നമ്മളിനി എന്ത് പ്രോഗ്രാം ചെയ്യുമ്പോഴും എല്ലാവരും ഒരു സാന്നിധ്യം അല്ലേ പ്രസംഗങ്ങളല്ലേ എല്ലാവരുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഏത് പ്രോഗ്രാമും അത് കളറാവാനും എല്ലാവരുടെ സാന്നിധ്യം അത് ഉഷാറാവാനും എല്ലാവരുടെ സാന്നിധ്യം ആവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട്